ല്ലോ ഇന്നിപ്പോൾ കഥ പറയായിരുന്നു. ഒരു കോമഡി വന്നത്, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഉറക്കം തന്നെയാണ് ഉറക്കം, എപ്പോഴും ഉറക്കമാണ് ഡോക്ടറെ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഒരാളുടെ അസുഖം വന്നതാ, എപ്പോഴും ഉറക്കം, രാവിലെ ഉറക്ക്, വൈകുന്നേരം ഉറക്ക്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ 3310 പണ്ട് നോക്കിയൻ്റെ കട്ട ഫോണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോൺ അടിയന്തരമായിട്ട് മാറ്റാം, നല്ല സ്മാർട്ട് ഫോണും അതിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താലേ ഉറക്കം വരില്ല. അതന്നെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സംഗതി കോമഡി ആണെങ്കിലും നമുക്കിപ്പോൾ ഉറങ്ങാൻ നേരമുണ്ട് ഫേസ്ബുക്കും ഇതൊക്കെ നോക്കി തീർന്നിട്ട്. ഉറങ്ങുമ്പോൾ സമാധാനം വല്ലതുണ്ടോ? ലോകത്തെ സർവ്വ ന്യൂസും തലയിൽ കയറ്റി എങ്ങനെ ഉറങ്ങാൻ പറ്റുക? നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ മൊബൈലിൽ വരും. ഇതൊക്കെ നോക്കാൻ നിന്നാൽ മനുഷ്യന് മരിക്കാൻ നേരം കിട്ടും. അപ്പൊ നമ്മുടെ സമയം നമ്മളറിയാതെ സമയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോക്ടർ ഇത് അങ്ങനത്തെ ഉള്ള കഥയൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷേ അതിലൊരു പൊരുൾ കിടക്കുന്നുണ്ട് അല്ലേ? ശരിക്കും മര്യാദക്ക് ഉറങ്ങിയിരുന്ന ആൾക്കാർ ഇപ്പോൾ ഉറങ്ങാതായത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഉറക്കം നീച്ച് എന്താ സംഭവം, ഉമ്മാനോട് ഉറങ്ങാന്ന് പോയി പറഞ്ഞ് മൊബൈൽ കണ്ടിരിക്കാരെ, പിന്നെ രാവിലെ എണീക്കാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? അവർക്ക് അവിടുന്ന് മര്യാദക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? സമയവും ശ്രദ്ധയും ഒക്കെ ചിന്നിച്ചിതറിപ്പോവല്ലേ? അതുകൊണ്ട് നമ്മുടെ സമയം ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം വിശുദ്ധമായ ഖുർആനും അദ്കാറുകളും ഓതിക്കോളി. അതൊന്നും പറഞ്ഞുതരാനും പാടില്ല, അതൊന്നും ചെയ്യാനും ആളില്ല. അതുകൊണ്ട് അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിന്റെ വലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം